ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിൻ്റെ റെസിപ്പിയല്ല ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കനാവട്ടെ, മട്ടനാവട്ടെ, ബീഫാവട്ടെ, എന്താവട്ടെ, ഇപ്പോൾ റെസിപ്പി വേണമെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതിയല്ലോ, എന്തിൻ്റെ റെസിപ്പി കിട്ടും. പിന്നെ ഞാനായിട്ട് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറയണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ച് കരുതിയതാണ്. ഞാനൊരു സാധാ ഹൗസ് വൈഫാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളതാണ്. പ്രത്യേകിച്ച് വീട്ടിൽ ഹൗസ് വൈഫ് മക്കളെ കാര്യം നോക്കി, മക്കളെ സ്കൂളിൽ വിട്ടി, വീട്ടിലുള്ള കാര്യം നോക്കി, അങ്ങനെ ഇരിക്കുന്ന സാധാരണ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? അപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ അധികം ഒരു +2 വരെ പഠിച്ചിട്ടുള്ളൂ, വേറെ കൂടുതൽ പഠിച്ചിട്ടുമില്ല. ഇപ്പോൾ തുടർന്ന് പഠിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്കെന്താ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുക, എഡിറ്റ് ചെയ്തിടുക, അത് എടുക്കുക, അതിനെ എല്ലാവരിലും എത്തിക്കുക, അതുവഴി സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, അങ്ങനെ കിട്ടുന്നതൊക്കെ എനിക്കെന്തോ അതൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. അങ്ങനെ കരുതിയാണ് ഞാൻ യൂട്യൂബിൽ ഒരുപാട് പേര് വീഡിയോ ഇടുന്നത് കണ്ടിട്ട് ഞാനും കരുതി, അപ്പം ഞാൻ ഒരു യൂട്യൂബ് തുടങ്ങി, അതിൽ വീഡിയോ ഇട്ട് എന്താണെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങി വീഡിയോ ഇടാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ കരുതിയതുപോലെയല്ല കേട്ടോ വീഡിയോ എടുക്കുന്നതും. ലാസ്റ്റ് മുതൽ നമ്മുടെ ഒരു വീഡിയോ എടുത്ത് തുടങ്ങിയാൽ ലാസ്റ്റ് മുതൽ അവസാനം വരെ കണ്ടിന്യൂ ചെയ്ത് എങ്കിൽ കാണുന്നവർക്ക് അവർക്കതിൽ ഇഷ്ടപ്പെടുകയും അവരത് മൊത്തത്തിലിരുന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കാണുന്ന വീഡിയോ മിക്ക വീഡിയോകളിലും അങ്ങനെയാണ്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ടെങ്കിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഷോർട്സും വീഡിയോസും കാണുന്നത് പോലെയല്ല. വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട പണി തന്നെയാണ്. വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്തതിന് ശേഷം അതിന് വോയിസ് കൊടുക്കുക, അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിൽ അതിന് പറ്റിയ സോങ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയലോഗ് സെലക്ട് ചെയ്യുക. പിന്നെ അതിനൊരു സമയം, നമുക്കിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് അത് പ്രശ്നമില്ലായിരിക്കും. കാരണം അവർ പെട്ടെന്ന് എടുക്കും, റെക്കോർഡ് ചെയ്യും. ഒരുപാട് സബ്സ്ക്രൈബ് ഒരു 100K, 50K, 200K, അല്ലെങ്കിൽ 1 മില്യൺ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അവർക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഷോർട്സ് ആയിട്ടിട്ടാലും അവർ ഇട്ടിട്ട് അത് പരിചയമുള്ളത് കൊണ്ട് തന്നെ അവർക്കത് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഞാൻ ഇതിലൊരു യൂട്യൂബിലെ തുടക്കക്കാരിയാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ളവർക്ക്, ഞാൻ ഈ പറയുന്നത് എന്നെപ്പോലെയുള്ള ഇപ്പോഴത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്കും തുടക്കമായിട്ടുള്ള എല്ലാ യൂട്യൂബർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുമായിരിക്കും. നമ്മുടെ അത്രയ്ക്കും ഒരു പ്രതീക്ഷയോടെ, ഒരു ആഗ്രഹത്തോടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരുപാട് വീഡിയോയിൽ ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടിയല്ല, ഞങ്ങളുടെ സന്തോഷത്തിനും ആഗ്രഹത്തിനും വേണ്ടിയാണ്, ഞങ്ങൾക്കതൊരു സമയം പോകാൻ വേണ്ടിയാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ സത്യം പറയാം, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടി തന്നെയാണ്. എൻ്റെ ഭർത്താവ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മച്ചാന്നാണ് വിളിക്കുന്നത്. എൻ്റെ മച്ചായെ സഹായിക്കാമെന്ന് കരുതി എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു രീതിയിൽ എൻ്റെ മച്ചായെ സഹായിക്കാമെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ യൂട്യൂബിൽ നിന്നും ഞാൻ ഒരു വരുമാനം ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോസ് ഇടുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴും വീട്ടിൽ നല്ല സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങൾ മുൻപും അങ്ങനെ ഉണ്ടാക്കുമെങ്കിലും ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിടേണ്ട ആവശ്യം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, എൻ്റെ മച്ച എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നെ ഓരോ വീഡിയോസ് ഇടാനും. അപ്പോൾ അദ്ദേഹം എൻ്റെ മച്ച കുക്ക് ചെയ്യുമ്പോൾ ഞാനാണ് മിക്കവാറും വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് എടുത്തു തരാറുണ്ട് വീഡിയോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടുന്നതിൽ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആ സന്തോഷത്തിൽ കൂടെ ഒരു കുഞ്ഞു വരുമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മച്ചായി എനിക്ക് സഹായിക്കാമല്ലോ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്തതും. പക്ഷേ എന്താ പറയുക, അടുക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത്. സാധാ ഇട്ടിട്ട് കാര്യമില്ല, നമ്മുടെ വ്യൂസിനും കാണുന്നവർക്ക് അത് ഇഷ്ടം തോന്നണം. അങ്ങനെ ആ രീതിയിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് റിച്ച് ആകുന്നില്ല. കൂടിപ്പോയാൽ 1K, അല്ലെങ്കിൽ 2K, 6K. ലാസ്റ്റായിട്ട് ഞാൻ ഒരു പൂച്ചയുടെ വീഡിയോ ഇട്ടപ്പോഴാണ് അത് ഇതായത്. എൻ്റെ വീട്ടിൽ എന്താണോ അതാണ് ഞാൻ ഇടുന്നത്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴോ, ഞാൻ കുക്ക് ചെയ്യുമ്പോഴോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ വേറെ ഒന്നും
നോക്കട്ടെ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഇടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ യൂട്യൂബിൽ റിച്ച് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ആ വീഡിയോ ഇടുന്ന ആൾ സെലിബ്രിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് മുടക്കി പല സ്ഥലങ്ങളിൽ പോയി പല കാര്യങ്ങൾ എടുത്ത് വീഡിയോയിലൂടെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന അതാണ് കണ്ടൻറ്റ്. അത്രയും നല്ലൊരു കണ്ടൻറ്റ് കൊടുക്കുന്ന ആളായിരിക്കണം. അതുമല്ലെങ്കിൽ പഴയ കാലത്തെ വീട്ടിലുള്ളവർക്ക്, പഴയകാല ഓടിട്ട വീടോ ഓലയിട്ട വീട്, പണ്ടത്തെ മോഡൽ വീട്ടിലുള്ളവരും വീട് ഇല്ലാതെ ചുറ്റിനും എന്തെങ്കിലുമൊക്കെ വെച്ച് മറച്ച് വെച്ച് അങ്ങനെ വീട് വെച്ച് താമസിച്ച് അതുവഴി അവർ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരെ യൂട്യൂബ് മുന്നോട്ട് അവരുടെ വീഡിയോയ്ക്കും കണ്ടൻറ്റ് കൊടുത്ത് അതും മുന്നോട്ട് എത്തിക്കാറുണ്ട്. പക്ഷേ എന്നെപ്പോലത്തെ മിഡിൽ ക്ലാസ്സിൽ കിടക്കുന്ന, മിഡിൽ ക്ലാസ് മീൻസ് എന്നെപ്പോലെ ഇങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങൾ കാണിച്ചും അവരെ കുക്കിംഗ് കാണിച്ചും അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും വീഡിയോസ് അധികം ഒരു കണ്ടൻറ്റായിട്ട് അവർ എടുക്കുന്നില്ല. ചിലപ്പം അതായിരിക്കും കാരണം ഞങ്ങളെ കൊണ്ട്, പ്രത്യേകിച്ച് എന്നെപ്പോലെ, ഞാൻ മറ്റുള്ളവരെ പറയുന്നില്ല, ഞാൻ എന്നെ തന്നെ പറയാം, എന്നെപ്പോലെയുള്ളവരെ കൊണ്ട് അവർക്ക് എന്തായി വീഡിയോയിൽ കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ യൂട്യൂബിലിടുന്ന ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, അവർ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അവർ സന്തോഷം ആഗ്രഹിച്ചാണ്, അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയല്ല, ജസ്റ്റ് അവർക്കൊരു ആഗ്രഹത്തിനും അവരുടെ സന്തോഷത്തിനും ലൈക്ക് അടിക്കുന്നതും ഷെയർ അടിക്കുന്നതും കമൻറ്റ് ഇടുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടൊക്കെയാണ് വേണ്ടിയിരുന്നത്, സന്തോഷത്തിന് വേണ്ടിയാണ് ഇടുന്നത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഇത്തിരി ചെറിയൊരു വരുമാനമെങ്കിൽ കിട്ടി എൻ്റെ മച്ചായെ സഹായിക്കണം, എൻ്റെ ഭർത്താവ്, എൻ്റെ മച്ചാന്ന് വീണ്ടും ഞാൻ പറയുന്നത് ഭർത്താവിനെയാണ്, എൻ്റെ ഭർത്താവിനെ സഹായിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. കാരണം അതിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതില്ലേ. അപ്പോൾ ആൾക്കാർ ചോദിക്കാം, കമൻറ്റിലൂടെ ചോദിക്കും, ഇതുവരെ കമൻറ്റ് ഇട്ടില്ല, ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത് അറിയാവുന്ന വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ പോരെയെന്ന്. അറിയാവുന്ന പണിയെന്നല്ല, ഇതും ഒരു പണി തന്നെയാണ്. ആ പണിയിലോട്ട് ഇറങ്ങുമ്പോൾ ആ പണി എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോയിൽ താഴെ കമൻറ്റ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ മറ്റുള്ള ഒരുപാട് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ മനസ്സിലോട് വിചാരിച്ചിട്ടുണ്ട്, ഈ വീഡിയോ എടുത്ത് ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. ഓരോ വീഡിയോ നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന രാത്രിയൊക്കെ ഇരുന്ന്, ഇപ്പോൾ എനിക്കൊക്കെ ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഒരു കഷ്ടപ്പാട്, സബ്സ്ക്രൈബറൊക്കെ കുറവാണെങ്കിലും അത്രയും അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ഇടില്ല. ഒരുപാട് ആൾക്കാർ രാത്രി എന്തുമാത്രം ഉറക്കം മുഴിഞ്ഞിരുന്നും എന്തുമാത്രം കണ്ടന്റ് വേണ്ടിയും അവർ എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും വീഡിയോസ് ഇടുന്നത്. അവിടെ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷേ ഈ വീഡിയോ എടുത്ത് അതിൻ്റെ മുന്നോട്ടുള്ള വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അതിന് മുന്നോട്ട് ഓരോ കാര്യം ചെയ്യുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞത് ജസ്റ്റ് എനിക്കെന്തോ നിങ്ങളോട് പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എൻ്റെ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യങ്ങൾ പറഞ്ഞു തീരുന്നപ്പോഴേക്കും ചിക്കൻ ദം ബിരിയാണിയും തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്, എൻ്റെ മച്ച ഉണ്ടാക്കിയതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഓക്കെ ബൈ.